മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭ ശ്രീനിവാസൻ. അഭ്രപാളികളിൽ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ കലാകാരൻ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണത്. ഏത് താത്വിക അവലോകനം കൊണ്ടും പകരം വയ്ക്കാനാകാത്ത സാമൂഹ്യ നിരീക്ഷണം സിനിമ എന്ന ജനകീയ മാധ്യമത്തിലൂടെ തന്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ശ്രീനിവാസൻ എന്നും സാധാരണക്കാരന്റെ വക്താവാണ്. ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. രോഗബാധയെ തുടർന്ന് കുറച്ചു കാലങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ ആരോഗ്യനില വീണ്ടും മോശമാകുകയും തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അന്ത്യം സംഭവിക്കുകയും ചെയ്തു. 48 വർഷത്തെ സിനിമാ ജീവിതം. 1977 PA ബക്കറിന്റെ മണിമുഴക്കത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചു. 200-ലധികം സിനിമകളിൽ പിന്നീട് അദ്ദേഹം അഭിനയിച്ചു. തിരക്കഥ എഴുതിയ ആദ്യ ചിത്രം 1984 പുറത്തിറങ്ങിയ ഓടരുതമ്മാവ ആളറിയാം. പിന്നീട് 1989 വടക്കു നോക്കി യന്ത്രത്തിലൂടെ സിനിമാ സംവിധാനത്തിലും ചുവടുവച്ചു. നർമ്മത്തിൽ ചാലിച്ച നിലപാടുകൾ. സാമൂഹ്യ സാഹചര്യങ്ങളെ തന്റെ തിരക്കഥയിൽ കൂടി നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരൻ. ശ്രീനിവാസന്റെ പ്രത്യേകത ഇതാണ്. തന്റെ നിരീക്ഷണങ്ങളെ ആരെയും വകവയ്ക്കാതെ തുറന്നു പറയുന്നത് അദ്ദേഹത്തിന്റെ ശീലവുമാണ്. ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പിറന്ന വടക്കു നോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ എടുത്താൽ തന്നെ മനസ്സിലാകും ഒരു സംവിധായകന്റെ ക്രാഫ്റ്റ് എങ്ങനെ അദ്ദേഹത്തിൽ ആഴത്തിൽ ഉണ്ടെന്നത്. മലയാളികളുടെ കുടുംബജീവിതങ്ങളിലെ സംഘർഷങ്ങളെ ആക്ഷേപഹാസ്യത്തിൽ ചാലിച്ച് ദൃശ്യഭാഷയിൽ അവതരിപ്പിച്ചപ്പോൾ അതെന്നും മലയാളികൾ നെഞ്ചിലേറ്റിയ സിനിമ ഏടുകളായി മാറി. അദ്ദേഹം എഴുതി വെള്ളിത്തിരയിലെത്തിച്ച വരികൾ ഇന്നും ഓരോ മലയാളികളുടെയും നിത്യജീവിതത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെയും എഴുത്തിന്റെ ഭാഗമാണ്. പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന് മാത്രം പറയുമ്പോൾ ഒരാശയം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്നതൊക്കെ ശ്രീനി ബ്രില്യൻസിന്റെ ഉദാഹരണങ്ങളാണ്. ഇങ്ങനെ മലയാളികൾ നിത്യജീവിതത്തിൽ സർവ്വസാധാരണമായി പറയുന്ന എത്രയെത്ര ഡയലോഗുകളുണ്ട്. ഒരു 5 വരിയിൽ നമുക്ക് പറയാനുള്ള ആശയമാണെങ്കിൽ കൂടി 3-4 വാക്കുകളിൽ ഒതുക്കി പറയാൻ ഈ ശ്രീനി ഡയലോഗുകൾ കറക്റ്റ് ഫിറ്റ് ആകുന്നത് ഒരു മാജിക് തന്നെയാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, TP ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, വടക്കു നോക്കി യന്ത്രം, തലയണ മന്ത്രം, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയെത്തു മുൻപേ, അഴകിയ രാവണൻ, ഒരു മറവത്തൂർ കനവ്, അയാൾ കഥ എഴുതുകയാണ്, കഥ പറയുമ്പോൾ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി. ഓരോ സിനിമയിലും സാധാരണക്കാരന്റെ അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും കഷ്ടപ്പാടുകളെയും അതിജീവനത്തിന്റെയും ഒക്കെ കഥ ഏറ്റവും രസകരമായി പറഞ്ഞു വയ്ക്കുകയായിരുന്നു അദ്ദേഹം. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കോംബോ ഇന്നും ജനഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒന്നാണ്. നാടോടിക്കാറ്റിലെ ദാസനെയും വിജയനെയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അങ്ങനെയാണ്. സത്യൻ അന്തിക്കാടിനൊത്ത് 15 ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു. മികച്ച കൂട്ടുകെട്ടൊരുക്കിയവരിൽ പ്രിയദർശനും കമലും ഉൾപ്പെടും. സൗഹൃദങ്ങളുടെ കഥ പറയുമ്പോൾ എന്നും ശ്രീനിവാസന് നമ്മുടെ കണ്ണു നനയിക്കാനാകാറുണ്ട്. എത്ര ചിരിപ്പിച്ചാലും ഒരു ഘട്ടത്തിൽ ബാർബർ ബാലനെ പോലെയോ ദാസന്റെ വിജയനെ പോലെയോ ഒക്കെ അത് നമ്മുടെ ഉള്ളിൽ ഒരിടം കണ്ടെത്താറുണ്ട്. തീരാ നഷ്ടമാണ് ശ്രീനിവാസന്റെ വിയോഗം ഓരോ മലയാളിക്കും. ചലച്ചിത്രത്തിന്റെ ദൃശ്യഭാഷയിൽ സാധാരണക്കാരന്റെ ജീവിതം കോറിയിട്ടപ്പോൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകന് ശ്രീനിയുടെ ഓർമ്മകൾ എന്നും കൂട്ടായിരിക്കും. ദൊമ്പരങ്ങളിൽ ചിരിക്കുന്ന ശ്രീനിയുടെ കഥാപാത്രങ്ങൾ പോലെ വേദനിപ്പിക്കുന്ന ആ വിയോഗത്തിലും അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മെ ചിരിപ്പിച്ച് പിന്നീട് ചിന്തിപ്പിക്കും. പ്രണാമം മലയാളത്തിന്റെ ശ്രീനിക്ക്.